മതസ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ മുസ്ലിം ലീഗ് നേതാവും കൗൺസിലറുമായ നവാസ് മുണ്ടകത്തലിനെ അയോഗ്യനാക്കണമെന്ന് CPM നഗരസഭയിൽ നിർമ്മിച്ച ഐക്യ ജംഗ്ഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കൗൺസിലർ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കം നടത്തിയതെന്ന് CPM ആരോപിച്ചു. ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ നഗരസഭാ കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ നവാസ് മുണ്ടകത്തലിനെതിരെ നടപടി സ്വീകരിച്ച് അയോഗ്യനാക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ, P. ഗാനകുമാർ, ഷെയ്പി ഹാരിസ്, നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, K. ശിവപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നവാസ് മുണ്ടകത്തലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നവർ പുറത്താക്കാനുള്ള ആർജവം കാട്ടാത്തതിൽ ദുരൂഹതയുണ്ട്. നവാസ് മുണ്ടകത്തലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇത്തരം ഗിമിക്കുകൾ ഈ കായംകുളത്തെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് UDFും അതുപോലെ മുസ്ലിം ലീഗും കോൺഗ്രസും മനസ്സിലാക്കണം. ഇതിനോടൊപ്പം തന്നെയാണ് ഗൗരവമായി കാണേണ്ടത്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ പെട്ടെന്ന് BJP വല്ലാത്ത രൂപത്തിലേക്കുള്ള തിരിച്ചുള്ള പ്രചരണം നടത്തുകയാണ്. BJPയുടെ പ്രചരണവും ഈ കായംകുളത്തെ കലാപമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന്റെ നല്ല ആളുകളാണല്ലോ അവരിപ്പോ സമരങ്ങളിലേക്ക് വരെ വരികയാണെന്ന്. നല്ല ആളുകളാണ്. പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പൂജ നടത്തിയവരാണ് ഇവിടെ വന്ന് പറയുന്നത്. രണ്ടു കൂട്ടരും ഈ കായംകുളം മതേതര കായംകുളം, നമ്മുടെ കായംകുളത്തിന് വലിയ പൈതൃകമുള്ള നാടല്ലേ. എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കുന്ന, ഒരു കലാപവുമില്ലാത്ത നാട്, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇവിടെ കലാപം സൃഷ്ടിക്കുവാനുള്ള ഇത്തരം ആളുകളുടെ, നവാസ് മുണ്ടകത്തലിനെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെയും അതോടൊപ്പം തന്നെ മതവർഗീയതയെ വളർത്തുവാൻ ശ്രമിക്കുന്ന BJPയുടെ ശ്രമങ്ങളെയും ജനങ്ങൾ തിരിച്ചറിയണമെന്നും നവാസ് മുണ്ടകത്തിൽ ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയത് കൊണ്ട് തന്നെ പോലീസും ബന്ധപ്പെട്ട അധികാരികളും നവാസിനെ അയോഗ്യനാക്കുവാനുമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് CPM കായംകുളം ഏരിയ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, അറിയിക്കുവാനും. നഗര ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുമ്പായി നഗരസഭാ ഭരണ നേതൃത്വമോ ഉദ്യോഗസ്ഥരോ അറിയാതെ നവാസ് മുണ്ടകത്തിൽ മതപുരോഹിതരെ തെറ്റിദ്ധരിപ്പിച്ച് കെട്ടിടത്തിൽ പ്രാർത്ഥന നടത്തുകയും ദൃശ്യങ്ങൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയുമായിരുന്നു. കായംകുളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാനും കലാപം സൃഷ്ടിക്കാനുമാണ് ഇദ്ദേഹം ശ്രമിച്ചതെന്ന് CPM കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.